ഓപ്പറേഷൻ നുങ്കൂറിന്റെ ഭാഗമായുള്ള അന്വേഷണത്തിനായി ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിൽ മൂന്നാറിൽ ഇന്തോ ഭൂട്ടാൻ സംയുക്ത കസ്റ്റംസ് ഗ്രൂപ്പ് യോഗം ചേരുകയാണ്. ഇരു രാജ്യങ്ങളും വാഹനക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച വിവരങ്ങൾ ചർച്ച ചെയ്യും. 50-ലധികം വാഹനങ്ങളാണ് കേരളത്തിൽ നിന്നും മാത്രം പിടിച്ചെടുത്തത്. വിവരങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, നമുക്കറിയാം കേരളത്തിലെ പല ചലച്ചിത്ര താരങ്ങൾ പോലും പ്രതിക്കൂട്ടിലായ ഒരു കേസ് കൂടിയാണ് ഈ ഭൂട്ടാൻ വാഹനക്കള്ളക്കടത്ത്. പക്ഷെ ഒരു ഘട്ടത്തിൽ അതിൻ്റെ അന്വേഷണം മുന്നോട്ട് പോകാത്തൊരു സാഹചര്യം പോലും ഉണ്ടായി. തുടക്കത്തിൽ നിരവധി വാഹനങ്ങൾ കസ്റ്റംസ് പിടിച്ചെടുത്തെങ്കിലും അതിന് ശേഷം അതിൻ്റെ തുടർ നടപടികൾ എന്താണെന്നൊരു ചോദ്യം ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഭൂട്ടാൻ കസ്റ്റംസ് സംഘം കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിൻ്റെ അന്വേഷണം ഇനി ഏത് തലങ്ങളിലേക്കായിരിക്കും നീങ്ങുക? ടോം, അതീവ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെയാണ് ഈ രണ്ട് രാജ്യം, ഭൂട്ടാനും അതോടൊപ്പം തന്നെ ഇന്ത്യയും എല്ലാം തന്നെ ഈ ഒരു ഇടപാടിനെ, ഇങ്ങനെയൊരു അനധികൃതമായ കച്ചവട സംഭവത്തെ കാണുന്നത്. ഇത് നികുതി വെട്ടിക്കുക എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഇടപാടുകൾ ഉണ്ടോ എന്നത് കൂടി പരിശോധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ കിട്ടുന്ന പണം അത് ഏത് രീതിയിലുള്ളതാണ്, ആരാണ് ഇതിനെല്ലാം നേതൃത്വം നൽകിയത് എന്നതടക്കം ഈ രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളിലേക്ക് അടക്കം ഇത് കൊണ്ടുപോയേക്കാം. അതുകൊണ്ട് തന്നെയാണ് വളരെ ഗൗരവ സ്വഭാവത്തോടു കൂടി തന്നെ ഇത് അന്വേഷിക്കുന്നത്. ഭൂട്ടാനിൽ കണ്ടും ചെയ്യുന്ന വാഹനങ്ങൾ അത് പിന്നീട് അവിടെ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എടുത്ത് ആസാം, അരുണാചൽ പ്രദേശ് തുടങ്ങിയ ഇടങ്ങളിലൂടെയാണ് ഇവിടെ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്യുന്നത്. ഇതിൻ്റെ ഉപയോക്താക്കൾ അവർക്ക് ഒരുപക്ഷെ ഇത്തരം തട്ടിപ്പുകളെക്കുറിച്ച് ഏത് രീതിയിൽ അറിയാം എന്നതിനെക്കുറിച്ച് ഇതുവരെയും വ്യക്തമായൊരു സൂചനകളില്ല. അവരെല്ലാം തന്നെ ഇത്തരം ഈ വാഹനങ്ങൾ വളരെ ഇഷ്ടപ്പെടുന്നതും ഉപയോഗിക്കുന്നത് കൊണ്ടും എല്ലാം തന്നെ ഇതിൻ്റെ ഭാഗവാക്കാകുന്നു എന്നതാണ് അവർ ഇതുവരെയുള്ള അന്വേഷണത്തിൽ അവർ നൽകിയ മൊഴികളെല്ലാം. പക്ഷേ ഇത് ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയവർക്കെല്ലാം വ്യക്തമായ രീതിയിലുള്ള ഒരു പ്ലാനിംഗ് ഉണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം കരുതുന്നത്. ഇതുവരെയുള്ള വിലയിരുത്തലുകൾ, ഈ മുൻകൂറുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുള്ള പരിശോധനകൾ, ഇതെല്ലാം തന്നെ വിശദമായിട്ട് തന്നെ ഈ ദിവസങ്ങളിൽ ചേരുന്ന യോഗത്തിൽ സമർപ്പിക്കപ്പെടും. അത് പരിശോധിക്കും. കേരളത്തിൽ മാത്രം ഏതാണ്ട് 50ഓളം വാഹനങ്ങൾ ഇതുപോലെ വിറ്റഴിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. രാജ്യത്തൊട്ടാകെ ആകുമ്പോൾ വലിയ തോതിൽ ഇത്തരം ഇടപാടുകൾ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ പരിശോധിക്കപ്പെടുകയാണ്. ഏത് രീതിയിലാണ് ഇങ്ങനൊരു കൈമാറ്റം നടന്നിട്ടുള്ളത്, ഇതുവരെ നടത്തിയിട്ടുള്ള ഈ അറസ്റ്റുകൾ, അതെല്ലാം തന്നെ കേവലമായ പേരുകളിൽ ഒതുങ്ങുന്ന ചില ഇടപാടുകാരിലേക്ക് മാത്രമാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവരെ കൊണ്ട് മാത്രം ഈ ഒരു രാജ്യത്ത്, ഇന്ത്യ പോലുള്ളൊരു വലിയൊരു രാജ്യത്ത് ഇങ്ങനെയൊരു ഇടപാടുകൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമോ? വലിയ കണ്ണികൾ ഇവർക്കെല്ലാം തന്നെ ഇടയിലുണ്ട്. പക്ഷെ അതിലേക്കൊന്നും അന്വേഷണം എത്തിയിട്ടില്ല എന്ന് പൊതുവിൽ ആരോപണം ഉയരുന്ന സാഹചര്യങ്ങളെല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ രണ്ട് ഭൂട്ടാനിലെയും ഇന്ത്യയിലെയും തന്നെ കസ്റ്റംസ് വിഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അന്വേഷണം നടത്താനും വിലയിരുത്തൽ യോഗം, ഒരു അവലോകന യോഗം ചേരാനും തീരുമാനിച്ചത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൂന്നാറിൽ യോഗം ചേരുന്നത്. വരും ദിവസങ്ങളിൽ ഇതിൻ്റെ ഒരു ഔട്ട്കം എന്താണ്, ഈ യോഗം ചേർന്നത് കൊണ്ട് ഏത് രീതിയിലുള്ളൊരു നടപടികളിലേക്കാണ് പോകേണ്ടത്, ഒരു സംയുക്തമായി മുന്നോട്ട് പോകേണ്ട മേഖലകളുണ്ട്, അതെന്തെല്ലാമാണ്, അവിടെ ഏതെല്ലാം രീതിയിൽ സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ രൂപരേഖ ഇതിലൂടെ ഉരുത്തിരിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ടോം. യെസ് ഡാനി, ഈ വിഷയം കാരണം ഏറെ ഗൗരവമായി കാണേണ്ട സംഭവമായിരുന്നു. പ്രത്യേകിച്ചും ഭൂട്ടാൻ സൈന്യം ഉപയോഗിച്ച വാഹനം എന്ന രീതിയിലേക്കാണ് ഇവിടേക്ക് വലിയ വ്യാപകമായി വാഹനങ്ങൾ ഇറക്കുമതി ചെയ്തത്. അതിൽ ആഡംബര വാഹനങ്ങളുണ്ടായിരുന്നു. പല പ്രമുഖരും, അതായത് ചലച്ചിത്ര താരങ്ങളടക്കം കബളിപ്പിക്കപ്പെട്ടൊരു കേസ് കൂടിയാണ്. സംഭവത്തെ എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ ഭൂട്ടാൻ കസ്റ്റംസ് കാണുന്നത്? മാത്രമല്ല ഇതിൻ്റെ അന്വേഷണത്തിൽ, കാരണം എത്ര വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്നും നികുതി വെട്ടിച്ച് ഇന്ത്യയിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? ടോം, ഇതുവരെയും അത്തരമൊരു വ്യക്തമായ കണക്കുകളിലേക്ക് ചെല്ലാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ഈ രീതിയിലൊരു യോഗം ചേരാനായിട്ട് തീരുമാനിക്കുന്നത്. കാരണം കഴിഞ്ഞ് കുറേ നാളുകളായി നടക്കുന്ന ഇടപാടാണ് എന്നത് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. അതിൽ എവിടെ തുടങ്ങണം എന്നത് തന്നെ വലിയ സംശയത്തിൽ തന്നെയായിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പൂർണ്ണമായും വാഹനങ്ങൾ പിടികൂടാൻ പോലും കഴിഞ്ഞിട്ടില്ല. കേരളത്തിൽ മാത്രമാണ് കുറേയെങ്കിലും നടപടികൾ ഉണ്ടായിരിക്കുന്നത്. അതിന് പുറത്തേക്ക് കേരളത്തിൽ പോലും മുഴുവൻ വാഹനങ്ങൾ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഇത് രൂപമാറ്റം വരുത്തി മറ്റേതെങ്കിലും രീതിയിലേക്ക് എല്ലാം തന്നെ മാറുന്നു. അപ്പോൾ ഈ വാഹനങ്ങൾ എവിടെയാണ്, എന്താണ് എന്നതെല്ലാം സംബന്ധിച്ച വിശദമായ രീതിയിലേക്ക്
അന്വേഷണം പോകേണ്ടതുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഇതിലൂടെ സമാഹരിക്കുന്ന പണം അത് ആരിലേക്ക് എത്തിച്ചേരുന്നു, അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നതെല്ലാം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനൊരു സംയുക്ത യോഗം എന്ന രീതിയിലേക്ക് ചേരാനായിട്ട് തീരുമാനിച്ചത്. ഇന്ത്യയിൽ എത്രത്തോളം വാഹനങ്ങൾ, വലിയൊരു നമ്പർ വാഹനങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. പക്ഷേ അതിൻ്റെ എല്ലാം തന്നെ ഡാറ്റ വീണ്ടെടുക്കാൻ കഴിയുമോ, ഇതെല്ലാം ഭൂട്ടാൻ വഴി തന്നെ എത്തിച്ചേർന്നതാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. ഏതായാലും ഈ യോഗത്തിന് ശേഷം അതിലേക്ക് എത്തിപ്പെടാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.